കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഇനി എങ്ങനെയാണ് നമുക്ക് CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബാക്കിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മളുടെ കേരള ബാങ്ക് എക്സാമിനും അതുപോലെ തന്നെ CSEB എക്സാമിനൊക്കെ വിജയിച്ച ആളുകളുടെ ഒരു ലിസ്റ്റാണ് എനിക്ക് ബാക്കിലുള്ളത്. തീർച്ചയായിട്ടും ഇത് CCയുടെ ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെന്റർഷിപ്പ് ക്ലാസ്സും അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റിയും ഒക്കെ തന്നെയാണ് ഈ റിസൾട്ട്, ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയ്ക്ക് പോലും നമ്മളുടെ ഫസ്റ്റ് റാങ്ക് അടക്കമുള്ള റിസൾട്ടുകൾ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. CC നമ്മളുടെ EdTech മേഖലയിൽ അതിന്റെ യാത്ര തുടങ്ങിയിട്ട് 10 വർഷം ആവുകയാണ്. അപ്പൊ ഈ ഒരു 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മളുടെ കോഴ്സസ് ബിഗ് ഡേ സെയിലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കോഴ്സിന്റെ ഫീ ഇളവോട് കൂടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക്, അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം, CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ CSEB സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ്, ഈ കോഴ്സുകൾക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മളുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ ഒരു ബിഗ് ഡേ സെയിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സർക്കാർ ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ CCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിനും അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിനും നിങ്ങൾക്ക് നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഫേർഡ് നെറ്റ് ബേസിസ് ഓർ നെറ്റ് സെറ്റിൽമെന്റ് മീൻസ് ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ആർ കംപ്ലീറ്റഡ് ഇൻ. അതായത് നമ്മളുടെ DNS നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ്. മുന്നേയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നായിരുന്നു DNSന്റെ അതിന്റെ ഒരു എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ DNS എന്ന് പറയുന്നത് ഡെഫേർഡ് നെറ്റ് സെറ്റിൽമെന്റ് ആണ്. ഓർ നെറ്റ് സെറ്റിൽമെന്റ് മീൻസ് ദാറ്റ് ദ ട്രാൻസാക്ഷൻസ് ആർ കംപ്ലീറ്റഡ് ഇൻ. ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ബാച്ചസ് അറ്റ് സ്പെസിഫിക് ടൈം. ബാച്ചസ് അറ്റ് സ്പെസിഫിക് ടൈം ആണ്. നെക്സ്റ്റ്, റൂപേ സപ്പോർട്ട് ദ ഇഷ്വൻസ് ഓഫ്. റൂപേ കാർഡ് നമുക്കറിയാം, റൂപേ എന്തിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ്, മുകളിൽ പറഞ്ഞ എല്ലാതിനെയും റൂപേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൂപേ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഇന്ത്യയുടെ സ്വന്തം കാർഡ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉള്ള ഒന്നാണ് റൂപേ കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹു പ്രിപ്പയർഡ് ദ സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം ആൻഡ് who is the primarily responsible for its implementation. സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡിന്റെ ഇംപ്ലിമെന്റേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി ആരാന്നുള്ളതാണ്. ഈ ഒരു സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് നബാർഡാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പൊ സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡ് നബാർഡുമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡ് നബാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം കോമ്പോസിറ്റ് ലോൺ എമൗണ്ട് പ്രൊവൈഡഡ് ടു എ ബോറോവർ അണ്ടർ സ്വരാസ്കർ ക്രെഡിറ്റ് കാർഡ് സ്കീം ആൻഡ് ഫോർ ഹൗ ലോങ് ഈസ് ദിസ് എമൗണ്ട് ടിപ്പിക്കലി പ്രൊവൈഡഡ്? ഇത്രയേ ഉള്ളൂ ചോദ്യം. ഒരു സിംഗിൾ ബോറോവർക്ക് കൊടുക്കുന്ന മാക്സിമം കോമ്പോസിറ്റ് ലോൺ എമൗണ്ട് എത്രയാണെന്നും അതിന്റെ കാലാവധി എത്രയാണെന്നാണ്. 25,000 രൂപയും അതുപോലെ തന്നെ 5 വർഷം വരെയാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 25,000 ആൻഡ് 5 years ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ഫൈനാൻസ്? മൈക്രോ ഫൈനാൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ച് നമുക്കറിയാം. ത്രിഫ്റ്റ് സർവീസ് മൈക്രോ ഫൈനാൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്രെഡിറ്റ് സർവീസ് മൈക്രോ ഫൈനാൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇത് മൈക്രോ ഫൈനാൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസ് ഓഫ് വെരി സ്മോൾ എമൗണ്ട് മൈക്രോ ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പൊ അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദ്യം. അത് ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. Next question, who is responsible for verifying the authenticity of the signature on the check? ഒരു ചെക്കിലെ സൈനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആധികാരികത പരിശോധിക്കാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആരാന്നാണ്. ഡ്രോവർ, പേയി, ഡ്രോയി, എൻഡോസർ. ആരാണ്? ഡ്രോയി ആണ് ഈ ഒരു ചെക്കിന്റെ ഓതന്റിസിറ്റി, സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഓതന്റിസിറ്റി പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അതെന്താണ്, ചെക്ക് സൈൻ ചെയ്തതൊക്കെ അവര് 1-2 പ്രാവശ്യമൊക്കെ നോക്കും. നമ്മളുടെ തന്നെയാണെങ്കിൽ പോലും
അവരെന്താണ് നമ്മളെ സൈനും അവരുടെ സിസ്റ്റത്തിലുള്ള സൈനും ഒക്കെ മാച്ച് ആണോ എന്നൊക്കെ നോക്കും. അപ്പൊ ഡ്രോയിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ സൈനിന്റെ ഓതന്റിസിറ്റി നോക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് എ ചെക്ക് ബിയറിംഗ് എ ഡേറ്റ് പ്രയർ ടു ദ ആക്ച്വൽ ഡേറ്റ് ഓഫ് സൈനിങ് ദ ചെക്ക് ഓർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഈസ് കോൾഡ്. അതായത് ഡേറ്റ് പ്രയർ ടു ദി ആക്ച്വൽ ഡേറ്റ് എന്നാണ്. ഏതാണ്? ആന്റി ഡേറ്റഡ് ചെക്കാണ്. പ്രയർ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നേയുള്ള ആന്റി ഡേറ്റഡ് ചെക്കാണ്. ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആന്റി ഡേറ്റഡ് ചെക്ക് പഠിക്കാനുണ്ട്. പോസ്റ്റ് ഡേറ്റഡ് ഉണ്ട്, സ്റ്റെയിൽ ചെക്ക് ഉണ്ട്, ഫോർജ്ഡ് ചെക്ക് ഉണ്ട്. അപ്പം ഇവിടെ ചോദിച്ചത് ആന്റി ഡേറ്റഡ് ചെക്കാണ്. നെക്സ്റ്റ്, വിച്ച് സെക്ഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് states that check should be presented for payment within 6 months from the date on which it is drawn or within period of its validity whichever is earlier. ചെക്കിന്റെ എന്താണ് അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നുള്ള നിലയ്ക്ക് ചെക്ക് 6 മാസത്തിനുള്ളിൽ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ റീപേ ചെയ്യണം എന്നൊക്കെ അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് നടത്തുന്നതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ഏത് സെക്ഷനാണ് പറയുന്നതെന്നാണ്. സെക്ഷൻ 138 പ്രകാരമാണ് ചെക്കിന്റെ കാലാവധിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ സർഫേസി ആക്ട് അപ്പോൺ ലോൺ ഡീഫോൾട്ട് ബാങ്ക് ക്യാൻ സീസ് ദ സെക്യൂരിറ്റി എക്സെപ്റ്റ് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, അഗ്രികൾച്ചർ ലാൻഡ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ബാങ്കിന് സീസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഏതാണ്? അഗ്രികൾച്ചർ ലാൻഡ് ആണ്. In which year was Banking Regulation Act 1949 amended to make it applicable to കോപ്പറേറ്റീവ് ബാങ്ക്? BR ആക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് അപ്ലിക്കബിൾ ആവാനുള്ള ആക്ട് അമെൻഡ് ചെയ്തത് ഏത് ഇയറിലാണെന്നാണ്? 1965 1966 മുതലാണ് ഈ ഒരു BR ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയത്. അപ്പൊ 1965 അത് പ്രകാരം 66 മുതലാണ് BR ആക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന് അപ്ലിക്കബിൾ ആയത്. നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഡസ് സെക്ഷൻ 5C ഡിഫൈൻ ആസ് ബാങ്കിങ് കമ്പനി? സെക്ഷൻ 5C ബാങ്കിങ് കമ്പനീസിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. എനി കമ്പനി ദാറ്റ് പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസ്, എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ, എനി കമ്പനി ദാറ്റ് ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, എനി കമ്പനി എൻഗേജ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. ഏതാണ്? എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കമ്പനീസിനെയാണ് എന്ത്? ബാങ്കിങ് കമ്പനി എന്നുള്ളത് സെക്ഷൻ 5 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ RBI ഇൻട്രൊഡ്യൂസ് CRAR or capital to risk weighted asset ratio in which year for the soundness of banking industry? അതായത് നമ്മളുടെ CRAR ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷം മുതലാണെന്നാണ്? 1992 മുതലാണ് RBI എന്താണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ബാങ്കിങ് മേഖലയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാന്നുള്ളത് നമ്മളുടെ പരീക്ഷയിൽ നല്ല മാർക്ക് നേടാനുള്ള ഒരു വേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെന്റർഷിപ്പ് പ്രോഗ്രാംസും ലൈവ് സെഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും കാഴ്ചവെക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ എല്ലാ ആശംസകളും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്